ഒരുപാട് സംഘം ഉണ്ടാകും, ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും, പലതും പറയും. അതൊന്നും നമ്മുടെ ഈമാൻ തെറ്റാൻ നിമിത്തമാകാൻ പാടില്ല. ഓനൊപ്പം കൂടിയതുകൊണ്ട് എൻ്റെ സ്വർഗം പോയി, ആ ടീം കൂടിയതുകൊണ്ട് എൻ്റെ സ്വർഗം നഷ്ടപ്പെട്ടു എന്നാണ് പരലോകത്ത് പോയി വിലപിക്കേണ്ടി വന്നാൽ പിന്നെ തിരുത്താൻ സമയമില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തി നമുക്ക് ബോധ്യമായത് ഏതാണോ വഴി, ആ വഴിയിൽ മാത്രം നിൽക്കുക. മാനുഷികമായ അബദ്ധങ്ങൾ ഉണ്ടായേക്കാം, അതല്ല പുറത്തരും. മാനുഷികമായ അബദ്ധങ്ങൾ, പോരായ്മകൾ നമ്മൾ ആരും തികഞ്ഞവരല്ല. ആർക്കും കമാലിയത്തില്ല, പൂർണ്ണതയില്ല. പൂർണ്ണത അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. പടപ്പുകൾക്കൊന്നും പൂർണ്ണത ഉണ്ടാവില്ല. മാനുഷികമായ കുറവുണ്ടാകും, അതല്ല പുറത്തരും. ബോധപൂർവം ദീനൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടും അത് മാറ്റിമറിക്കാൻ, ഹക്കിനെ ബാത്തിലാക്കാൻ, ബാത്തിലിനെ ഹക്കാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഗൗരവമാണ്. നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം പിന്നെ നമ്മളായിട്ട് മാറ്റാൻ പോയിട്ടില്ല, നമ്മളായിട്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. നമുക്ക് ഹക്കായി ബോധ്യപ്പെട്ടത് നമ്മൾ അപ്പടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പടച്ച റബ്ബിന് മുമ്പിൽ പ്രഖ്യാപിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരാശയക്കുഴപ്പവുമില്ല, എല്ലാം ക്ലിയറാകും. അങ്ങനെ ഓരോന്നും ചോദിച്ചും വായിച്ചും പഠിച്ചും അറിഞ്ഞും കേട്ടും അന്വേഷിച്ചും ബോധ്യപ്പെട്ടിട്ട് മാത്രം നാം സ്വീകരിക്കുക. എന്താ നമ്മൾ ആ ഹദീസ് എടുക്കുന്നത്, എന്താ നമ്മൾ ഈ ഹദീസ് എടുക്കാത്തത്, എന്താ നമ്മൾ ആ സുന്നത്തിനോട് അങ്ങനത്തെ ഒരു നിലപാടില്ലാത്തത്, എന്ത് ഇക്കാലത്ത് ഒരു കണിശത ഇല്ലാത്തത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ ചോദിച്ചും അന്വേഷിച്ചും പഠിച്ചും ബോധ്യമായി നമുക്ക് കൂടെ നിൽക്കാൻ പറ്റാവുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു സംഘമാണ് എന്ന് 100% ബോധ്യമായിട്ട് വേണം ഈ സംഘത്തോടൊപ്പം പോകാൻ. അല്ലാതെ എല്ലാവരും ഇപ്പം അതില്ല, അതിപ്പോൾ ഞാനും ഇപ്പം അതിൽ, അത് പറ്റില്ല. ഇന്ന ആളുകളൊക്കെ അതിലുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ, അത് പറയാൻ പറ്റില്ല. അത് അന്ധമായ അനുകരണമാണ്. അത് നമുക്ക് ഒരു അധിക യോഗ്യതയായി കണക്കാക്കാം. ഹക്കാന്ന് ബോധ്യപ്പെട്ടു, ആ ഹക്കിൽ ഇന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. അല്ലാതെ മറ്റേ മൗലവിദ്യയിലാണല്ലോ, ഈ മൗലവിദ്യയിലാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇരുന്നതാണ്, അത് പറ്റില്ല. അത് ദീനിൽ ശരിയായ നിലപാടല്ല. നേരെ മറിച്ച് ഈ റൂട്ടാണ് ശരിയെന്ന് ബോധ്യമായി, ആ ബോധ്യം കൊണ്ട് നാം സ്വീകരിച്ചു. അപ്പൊ അതിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ട്, അൽഹംദുലില്ലാ. ഉദാഹരണമില്ലെങ്കിലോ എന്നാലും വേണം സ്വീകരിക്കുക. അവരാരും അതിലില്ലെങ്കിലും വേണം സ്വീകരിക്കുക. അപ്പൊ ഓരോ നിലപാടിനെയും കൃത്യമായി ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചും ബോധ്യപ്പെടുക എന്നത് പ്രധാനമാണ്.